ഈശോ മിശിഹായിൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നാം ഇന്ന് വസിക്കുന്നത് ശരീരം കൊണ്ട് കച്ചവടം നടത്തുന്ന ഒരു സമൂഹത്തിലാണ്. പണത്തിനും ആഡംബരത്തിനും താൽക്കാലിക സുഖങ്ങൾക്ക് വേണ്ടി സ്വന്തം ശരീരത്തെ വിൽക്കുവാനും മറ്റുള്ളവരുടെ ശരീരത്തെ വെറും ഒരു ഭോഗവസ്തുവായി മാത്രം കാണുവാനും മനുഷ്യന് ഒട്ടും മടിയില്ലാതായിരിക്കുന്നു. ദൃശ്യമാധ്യമങ്ങളുടെയും നവമാധ്യമങ്ങളിലൂടെയും നഗ്നതയും അശ്ലീലതയും വിറ്റ് ജീവിക്കുന്ന ഒരു വലിയ കൂട്ടം ആളുകൾ നമുക്ക് ചുറ്റുമുണ്ട്. മനുഷ്യൻ മറന്നുപോകുന്ന ഒരു വലിയ സത്യമുണ്ട്. ഈ ശരീരം നമ്മൾ സ്വയം നിർമ്മിച്ചതല്ല, ദൈവത്തിൻ്റെ ശ്വാസം തുടിക്കുന്ന വലിയൊരു ദാനമാണ്. വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നു, നിങ്ങളുടെ ശരീരം ദൈവത്തിൻ്റെ ആലയമാണെന്നും ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെന്നും നിങ്ങൾ അറിയുന്നില്ലേ? 1 കൊറിന്തോസ് 3:16. ഈ ആലയത്തെയാണ് ഇന്ന് നാം അശുദ്ധിയുടെയും പാപത്തിൻ്റെയും ചന്തപ്പറമ്പാക്കി മാറ്റിയിരിക്കുന്നത്. ഈ അന്ധകാര യുഗത്തിൽ ശരീരം എങ്ങനെ കാത്തു സൂക്ഷിക്കണമെന്ന് പഠിക്കുവാൻ നമുക്ക് പരിശുദ്ധ അമ്മയിലേക്ക് നോക്കാം. കന്യകാമറിയം തൻ്റെ ആത്മാവ് കൊണ്ട് മാത്രമല്ല ശരീരം കൊണ്ട് തികച്ചും വിമലയായിരുന്നു. അതുകൊണ്ട് പ്രപഞ്ചനാഥനായ ദൈവത്തിന് വസിക്കുവാൻ തക്കവണ്ണം ഏറ്റവും വിശുദ്ധമായ ഒരു ജീവനുള്ള ആലയമായി മാറുവാൻ അവൾക്ക് സാധിച്ചത്. അമ്മ തൻ്റെ ശരീരത്തെ ദൈവത്തിൻ്റെ മഹത്വത്തിനായി പൂർണ്ണമായി സമർപ്പിച്ചു. ഇന്നത്തെ തലമുറ ലജ്ജയേതുമില്ലാതെ ശരീരത്തെ പ്രദർശന വസ്തുവാക്കുമ്പോൾ മറിയമെന്ന കന്യക നമുക്ക് കാണിച്ചു തരുന്നത് ആത്മനിയന്ത്രണത്തിൻ്റെയും അടക്കത്തിൻ്റെയും വലിയ പാഠമാണ്. ശരീരത്തിൻ്റെ താൽക്കാലിക മോഹങ്ങൾക്ക് കീഴടങ്ങാതെ അതിനെ സ്വർഗീയമായ ഒരു ഉപാധിയായി കാണുവാൻ അമ്മ നമ്മെ പഠിപ്പിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ശരീരം വിറ്റ് ജീവിക്കുന്ന അവസ്ഥയിലേക്ക് ഒരു മനുഷ്യൻ എത്തുന്നത് പെട്ടെന്നല്ല. അന്തകൻ വളരെ തന്ത്രപൂർവ്വമാണ് ഇതിൻ്റെ വലകൾ നെയ്യുന്നത്. ഇതെൻ്റെ ശരീരമാണ്, ഇതിൽ എനിക്ക് ഇഷ്ടമുള്ളത് ചെയ്യാം എന്ന തെറ്റായ ചിന്തയാണ് ആധുനിക ലോകം യുവാക്കളുടെ തലയിലേക്ക് കുത്തിവെക്കുന്നത്. ഈ ചിന്തയാണ് ലഹരിയിലേക്കും വ്യഭിചാരത്തിലേക്കും സ്വന്തം അന്തസ്സ് പണയം വയ്ക്കുന്ന അവസ്ഥയിലേക്കും മനുഷ്യനെ എത്തിക്കുന്നത്. നിങ്ങളുടെ ശരീരം വിലയ്ക്ക് വാങ്ങപ്പെട്ടതാണ്. അത് കുരിശിൽ ഈശോയുടെ തിരുരക്തം കൊണ്ട് വാങ്ങിയതാണ്. അതിനെ ചന്തയിൽ ഒരു ചരക്കാക്കി മാറ്റുവാൻ നിങ്ങൾ അനുവദിക്കരുത്. സ്വന്തം ശരീരത്തെയും മറ്റുള്ളവരുടെ ശരീരത്തെയും ദൈവത്തിൻ്റെ പ്രതിരൂപമായി കാണുവാൻ എന്നാണോ നാം പഠിക്കുന്നത്, അന്ന് മാത്രമേ ഈ സാമൂഹിക തിന്മയ്ക്ക് അറുതി വരുത്തുവാൻ സാധിക്കുകയുള്ളൂ. അമ്മയുടെ കരുത്തറ്റ കരങ്ങൾ പിടിച്ചുകൊണ്ട് ഈ അശുദ്ധിയുടെ ബന്ധനങ്ങളിൽ നിന്ന് നമുക്ക് ഓടിയകലാം. വിശുദ്ധിയുടെയും വിമലതയുടെയും പ്രതീകമായ പരിശുദ്ധ അമ്മേ, ശരീരത്തെ ദൈവത്തിൻ്റെ ആലയമായി കാണാൻ കഴിയാതെ അതിനെ കച്ചവട വസ്തുവാക്കി മാറ്റുന്ന ഈ ആധുനിക സമൂഹത്തെ അങ്ങയുടെ സന്നിധിയിൽ സമർപ്പിക്കുന്നു. പ്രത്യേകിച്ച് അശുദ്ധിയുടെയും ലഹരിയുടെയും തെറ്റായ ചിന്തകളെയും കെണികൾ പട്ടുപോയ യുവാക്കളെ അങ്ങയുടെ വിമല ഹൃദയത്തിലേക്ക് ചേർത്ത് വയ്ക്കണമേ. അമ്മയെ ഞങ്ങളുടെ കണ്ണുകളെയും ശരീരങ്ങളെയും ചിന്തകളെയും വിശദീകരിക്കണമേ. താൽക്കാലിക സുഖങ്ങൾക്ക് വേണ്ടി ദേവാലയത്തെ അശുദ്ധമാക്കാതിരിക്കുവാനുള്ള ആത്മനിയന്ത്രണം ഞങ്ങൾക്ക് നൽകണമേ. മാംസത്തിൻ്റെ മോഹങ്ങളെ ജയിക്കുവാൻ ജപമാല എന്ന ആയുധം വഴി ഞങ്ങളെ ശക്തരാക്കണമേ. ഈശോയുടെ തിരക്തത്താൽ ഞങ്ങളുടെ ശരീരങ്ങളെ കഴുകി വിശദീകരിച്ച് നിത്യജീവന്റെ പാതയിലൂടെ നയിക്കണമേ. ആമേൻ.